നമസ്കാരം. ഹോർമൂസ് കടലിടുക്ക് തുറന്നു, ലോകം ശ്വാസമെടുത്തു. പക്ഷെ ആ ശ്വാസം പൂർണ്ണമായും ആശ്വാസമല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ വിപണികൾ ആഘോഷിച്ചു. എണ്ണവിലകൾ ഒറ്റയടിക്ക് 10% ഇടിഞ്ഞു. ഓഹരി വിപണികൾ ഉണർന്നു. ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഒരു താൽക്കാലിക ആശ്വാസം ലഭിച്ചു. എന്നാൽ ഈ കഥയ്ക്ക് ഒരു മറുവശമുണ്ട്. തുറന്നുവെന്ന് പ്രഖ്യാപിച്ച ഹോർമൂസ് കടലിടുക്ക് യഥാർത്ഥത്തിൽ പൂർണ്ണമായും സ്വതന്ത്രമല്ല എന്നതാണ് സത്യാവസ്ഥ. അമേരിക്കയുടെ നാവിക ഉപരോധം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇറാനിൽ നിന്ന് പുറപ്പെടുന്ന കപ്പലുകൾക്ക് കർശനമായ നിയന്ത്രണങ്ങളും പരിശോധനകളും തുടരുകയാണ്. ചില കപ്പലുകൾ തിരികെ അയക്കപ്പെട്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ കടലിടുക്ക് തുറന്നാലും സ്വതന്ത്ര ഗതാഗതം ഇപ്പോഴും സംശയാസ്പദമാണ്. ഇസ്രയേൽ ലെബനൻ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് തുറന്നു എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടും ആശയക്കുഴപ്പം മാറുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വാണിജ്യ കപ്പലുകൾക്ക് മാത്രമായി 10 ദിവസത്തേക്ക് ഹോർമൂസ് തുറന്നു എന്നാണ് ഇറാനിയൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചി ഇന്നലെ വ്യക്തമാക്കിയത്. എന്നാൽ അരാക്ചിയുടെ പ്രഖ്യാപനത്തിനെതിരെ ഇറാനിൽ തന്നെ വിമർശനമുയർന്നു. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ചില ഇറാനിയൻ മാധ്യമങ്ങളും വിദ്യാർത്ഥി സംഘടനകളും പോലും ആവശ്യപ്പെട്ടു. ശത്രുവിന്റെ താൽപര്യങ്ങൾക്ക് ഇറാൻ വഴങ്ങരുത് എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഇറാനിയൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറുമായി ബന്ധപ്പെട്ട ചില മാധ്യമങ്ങളും സംഘടനകളും പ്രതികരിക്കുകയും ചെയ്തു. ഇറാനെതിരെ ഇസ്രായേൽ US സഖ്യം ആക്രമണം ആരംഭിച്ച ഫെബ്രുവരി അവസാനത്തിനു ശേഷം ആദ്യമായാണ് ഹോർമൂസ് തുറക്കുന്നത്. എന്നാൽ IRGCയുടെ പരിശോധനയ്ക്ക് ശേഷം അനുമതി ലഭിക്കുന്ന കപ്പലുകൾക്ക് മാത്രമേ ഹോർമൂസ് ഇപ്പോഴും കടക്കാനാവുന്നുള്ളൂ. കപ്പലുകളിൽ നിന്ന് ഇറാൻ ടോൾ പിരിക്കുന്നുണ്ടോ എന്നതും വ്യക്തമല്ല. ഇസ്രായേൽ US സഖ്യത്തിന്റെ ആക്രമണത്തെ അനുകൂലിക്കാത്ത രാജ്യങ്ങളുടെ കപ്പലുകളെ മാത്രമേ IRGC കടത്തിവിടുന്നുള്ളൂ എന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാന്റെ പ്രഖ്യാപനം വന്ന ശേഷം 8 കപ്പലുകൾ ഹോർമൂസ് കടന്നിട്ടുണ്ട്. ഹോർമൂസിൽ സ്ഥാപിച്ച ബോംബ് കണികൾ അല്ലെങ്കിൽ മൈനുകൾ ഇറാൻ നീക്കം ചെയ്തു തുടങ്ങി. ലോകത്തിന്റെ ഏകദേശം 1/4 കടൽമാർഗ എണ്ണ ഗതാഗതവും ഈ ചെറുകിട കടലിടുക്കിലൂടെ തന്നെയാണ് നടക്കുന്നത്. അതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും ആഗോള സാമ്പത്തിക ഘടനയെ തകർക്കും. യുദ്ധകാലത്ത് എണ്ണവിലകൾ $100 മുകളിലെത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ എനർജി ഷോക്കുകളിൽ ഒന്നായി മാറിയിരുന്നു. ഇപ്പോഴത്തെ വിലയിടിവ് ആശ്വാസം നൽകുമ്പോഴും അത് സ്ഥിരതയിലേക്ക് നീങ്ങുന്ന സൂചനയല്ല, മറിച്ച് അനിശ്ചിതത്വത്തിന്റെ മറ്റൊരു ഘട്ടം മാത്രമാണ്. ഇതിന്റെ ആഘാതം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ ഗുരുതരമാണ്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു വിഹിതം ഗൾഫ് മേഖലയെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ ഹോർമൂസിൽ ഉണ്ടാകുന്ന ഏത് അനിശ്ചിതത്വവും നേരിട്ട് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് പടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എണ്ണവില താഴ്ന്നാൽ രൂപയ്ക്ക് ആശ്വാസം, വിലക്കയറ്റത്തിന് നിയന്ത്രണം, ഓഹരി വിപണിക്ക് ഉണർവ്, ഇതെല്ലാം സംഭവിക്കും. പക്ഷേ അവസ്ഥ വീണ്ടും മോശമാകുന്ന പക്ഷം ഇതിന്റെ വിപരീതം സംഭവിക്കാൻ അധിക സമയം വേണ്ടിവരില്ല. അതേസമയം സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ചലനവും ഈ സംഘർഷത്തിന്റെ പ്രതിഫലനമാണ്. അനിശ്ചിതത്വം തുടരുന്നതിനാൽ സ്വർണം വീണ്ടും സുരക്ഷിത നിക്ഷേപമായി ഉയരുന്നു. അതിനാൽ ഓയിൽ താഴുമ്പോഴും ഗോൾഡ് ഉയരുന്ന വൈരുദ്ധ്യകരമായ പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഹോർമൂസ് തുറന്നു എന്ന വാർത്ത യഥാർത്ഥത്തിൽ സമാധാനത്തിന് തുടക്കമല്ല, അതൊരു ഇടവേള മാത്രമാണ്. ട്രംപിന്റെ ഉപരോധവും ഇറാന്റെ മുന്നറിയിപ്പുകളും തുടരുമ്പോൾ ഇത് ഏത് നിമിഷവും കടലിടുക്ക് വീണ്ടും സംഘർഷത്തിന്റെ കേന്ദ്രമായി മാറാം.